വോക്സ്വാഗന്റെ പോളോ GT TSI ഓട്ടോമാറ്റിക് ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. ഇത് 2021 മോഡൽ മാരുതി സുസുക്കിയുടെ ബലേനോ എന്ന് പറയുന്ന വാഹനമാണ്. ഇത് 2018 മോഡൽ വോക്സ്വാഗന്റെ പോളോ ഹൈലൈൻ ഡീസൽ എഞ്ചിനാണ്. ഇത് 2015 മോഡൽ ഹോണ്ട സിറ്റി എന്ന് പറയുന്ന വാഹനമാണ്. ഇത് 2021 മോഡൽ ടാറ്റ കമ്പനിയുടെ നെക്സോൺ എന്ന് പറയുന്ന വാഹനമാണ്. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് യൂസ്ഡ് കാർ മേഖലയിൽ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് Cars24. കാരണം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കണ്ടിരിക്കും. കാരണം നിങ്ങളിപ്പോൾ ഈ ഒരു വാഹനം എടുത്തുകൊണ്ട് പോയി നിങ്ങൾക്ക് ഈ വാഹനം ഇഷ്ടപ്പെട്ടെങ്കിൽ ആദ്യം നമുക്ക് Cars24 7 days റിട്ടേൺ പോളിസി ആയിരുന്നു. അതായത് 7 ദിവസത്തിനുള്ളിൽ വാഹനം ഇഷ്ടപ്പെട്ടെങ്കിൽ തിരിച്ചേൽപ്പിക്കാം എന്നുള്ള ഒരു പോളിസി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ 7 days എന്ന റിട്ടേൺ പോളിസി പൊളിച്ചടിക്കൊണ്ട് ഇപ്പോൾ കൊടുക്കുന്നത് 30 ദിവസത്തെ റിട്ടേൺ പോളിസിയാണ്. ലോക ചരിത്രത്തിൽ ഇതുവരെ ഇതുപോലെ റിട്ടേൺ പോളിസി ഒരു കാർ ഷോറൂമും ചെയ്തിട്ടില്ല. അതിന്റെ ഫലം നമുക്ക് തന്നെയാണ്. കാരണം നമ്മളൊരു വാഹനം എടുത്തുകൊണ്ട് പോയിട്ട് വാഹനം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ വാഹനത്തിന് എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുള്ള കംപ്ലൈന്റ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ തിരിച്ചേൽപ്പിക്കാൻ പറ്റുന്ന വലിയൊരു പോളിസിയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാര്യം. ഇവർ ഇത്രയും വലിയൊരു ഉറപ്പ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതിന്റെ പ്രധാന കാരണം ഇവർ കൊടുക്കുന്ന എല്ലാ വാഹനങ്ങളും, അതായത് നിലവിലുള്ള എല്ലാ സ്റ്റോക്കുകളും 140ലധികം ചെക്ക് പോയിന്റ് കാര്യങ്ങളും പാസ്സായിട്ട് എല്ലാത്തരം കംപ്ലൈന്റ് കാര്യങ്ങളും തീർന്നിട്ടുള്ള വാഹനങ്ങളാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എടുത്തുകൊണ്ട് പോയ കസ്റ്റമറിന് തിരിച്ചേൽപ്പിക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ ഉറപ്പുകൾ നൽകുന്നത്. പോരാത്തതിന് നമുക്ക് വാഹനങ്ങൾ ഇഷ്ടപ്പെട്ട് സെയിം ഡേ തന്നെ ഫിനാൻസ് സൗകര്യം ഏറ്റവും ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ ഇവർ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നുള്ളതാണ് ഏറ്റവും വലിയ മറ്റൊരു പ്ലസ് പോയിന്റ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പോൾ ഒരു വാഹനം എക്സ്ചേഞ്ച് കൂടെയാണ് എടുക്കുന്നതെങ്കിൽ, അതായത് നമ്മുടെ പഴയ വാഹനം ഇവിടെ കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഒരു വാഹനം എടുക്കുമ്പോൾ 50,000 രൂപ വരെ നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് ഇവർ തന്നെ നൽകുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള ഒരു സർവീസാണ് Cars24 നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ കാക്കനാടുള്ള യാർഡിൽ വന്നിട്ട് വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ ഫ്രീ ടെസ്റ്റ് ഡ്രൈവ് ഇവർ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് Cars24ന്റെ ഷോറൂമിലേക്ക് വരാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലോട്ട് കാറുകൾ എത്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു സൗകര്യം നിലവിൽ Cars24 ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കസ്റ്റമറിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്കൊരു യൂസ്ഡ് കാർ വിൽക്കാനാണെങ്കിൽ താല്പര്യമെങ്കിൽ നിങ്ങൾ ഒരു ഏജന്റിനെയോ ഡീലർമാരനെയോ മറ്റുള്ള ആരെയും നോക്കേണ്ട ആവശ്യമില്ല, ആർക്കും കമ്മീഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവരുടെ Cars24 എന്ന് പറയുന്ന ഒരു ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ കൊടുക്കാനുള്ള വാഹനം ഒന്ന് ഇവരെ ഇൻഫോം ചെയ്യുകയാണെങ്കിൽ ഇവരുടെ ഇൻസ്പെക്ഷൻ ടീം വന്ന് വാഹനങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റ് വില, മാന്യമായ മാർക്കറ്റ് വില തന്നിട്ട് വാഹനങ്ങൾ സ്വന്തമാക്കും. അപ്പോൾ നമുക്ക് ഇടനിലക്കാരില്ലാതെ വാഹനങ്ങൾ വിൽക്കാനും കഴിയും. പിന്നെ ഏറ്റവും സുരക്ഷിതവും സുതാര്യവുമായിട്ടുള്ള പേപ്പർ വർക്കാണ് വാഹനങ്ങൾ കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും ഇവർ തന്നെ അറേഞ്ച് ചെയ്യുന്നത്. സെല്ലർ പ്രൊട്ടക്ഷൻ പോളിസി എന്ന് പറയുന്ന മറ്റെവിടെയും ഇല്ലാത്ത ഒരു പോളിസി നിലവിലുണ്ട്. അതായത് വാഹനം വാങ്ങുന്നവർക്കും എടുക്കുന്നവർക്കും അവരുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ സുരക്ഷിതമായിട്ട് തന്നെ ഇവർ തന്നെ അറേഞ്ച് ചെയ്ത് തരും. പിന്നെ നമ്മുടെ കൊടുക്കാനുള്ള വാഹനങ്ങൾ ഇവരുടെ ഇൻസ്പെക്ഷൻ ടീം വന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ അക്കൗണ്ടിലോട്ട് വീഴും. അപ്പോൾ കൂടുതലൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. വാഹനങ്ങൾ വാങ്ങാനാണെങ്കിലും Cars24, കൊടുക്കാനാണെങ്കിലും Cars24. ഇനി കൂടുതലൊന്നും പറയുന്നില്ല. നമുക്കിപ്പോൾ വേണ്ടപ്പെട്ട കുറച്ച് ഒരു 10 ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട്. ഏകദേശം ഒരു 10-300ഓളം വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട്. എല്ലാം കാണിച്ചതിൽ കുറച്ച് റിസ്ക് ആണ്. നിങ്ങൾക്ക് Cars24 എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിലവിലുള്ള എല്ലാ വാഹനങ്ങളും സ്റ്റോക്ക് ഇപ്പം നിലവിൽ ഒരുപാട് ഡിസ്കൗണ്ട് കാര്യങ്ങളുണ്ട്, ജിഎസ്ടിയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ എത്രയാണ്, ഇപ്പം നിലവിൽ കൊടുക്കുന്ന ഓഫേഴ്സ് എന്താണ്, വാഹനത്തിന്റെ ടയർ കണ്ടീഷൻ വരെ നമുക്ക് അതിൽ അറിയാനും കാണാനും പറ്റും. അപ്പോൾ വേറെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആപ്പ് വേഗം ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. വേണ്ടപ്പെട്ട ഒരു 10 വണ്ടികൾ ഞാൻ കാണിച്ചിട്ടുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് ചോദിച്ചാൽ അറിയാനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് 2021 മോഡൽ വോക്സ്വാഗന്റെ പോളോ GT TSI ഓട്ടോമാറ്റിക് ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്, പെട്രോൾ എഞ്ചിനാണ്. 57,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ, കമ്പനി സർവീസും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു വാഹനം തന്നെയാണ്. ഇതിൽ 4 ഡോർ പവർ വിൻഡോസ്, ABS, എയർ ബാഗ്, അലോയ് വീല്, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നൊരു വാഹനം തന്നെയാണ്. ഈ വാഹനത്തിന് ഇപ്പോൾ ചോദിക്കുന്ന പ്രൈസ് 8,53,400 രൂപയാണ്. പ്രൈസ് നമുക്ക് ചെറിയ രീതിയിൽ മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഈ വാഹനത്തിന് മാക്സിമം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇത് 2018 മോഡൽ വോക്സ്വാഗന്റെ പോളോ ഹൈലൈൻ ഡീസൽ എഞ്ചിനാണ്. നിലവിൽ 2ാമത്തെ ഓണർഷിപ്പിലാണ് ഈ ഒരു വാഹനം വരുന്നത്. 76,350 കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട്. 1500 CCയിൽ വരുന്ന അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പോളോയാണ്. അതും ഡീസലാണ്. ഒരുപാട് ആളുകൾ അന്വേഷിച്ചിറക്കുന്ന ഒരു വാഹനം കൂടിയാണ്. നിലവിൽ വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ്, കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 6,70,000 രൂപയാണ്. നമുക്കിപ്പോൾ പോളോയിൽ തന്നെ നമുക്ക് പല കളറ്, പല വേരിയന്റ്, ഇപ്പോൾ GT കിടപ്പുണ്ട്, അതുപോലെ തന്നെ TDI ഉണ്ട്, പിന്നെ പെട്രോൾ വേരിയന്റ് വേറെ ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് പോളോ ഏത് വേണമെങ്കിലും ഈ ഒരു ഷോറൂമിനെ സമീപിക്കാവുന്നതാണ്. അത്രയേറെ സ്റ്റോക്ക് നിലവിലുണ്ട്. ഇത് 2017 മോഡൽ ഹ്യുണ്ടായി കമ്പനിയുടെ i20 എന്ന് പറയുന്ന വാഹനമാണ്. ഇത് മാഗ്ന വേരിയന്റ് ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് പെട്രോൾ മാനുവൽ ആണ് വരുന്നത്. പേപ്പേഴ്സും കാണാനെല്ലാം ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 3,91,800 രൂപയാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട്. ഇത് 2020 മോഡൽ ഹ്യുണ്ടായുടെ ഓറ എന്ന് പറയുന്ന വാഹനമാണ്. SX ആണ് വേരിയന്റ്. 1200 CCയിലാണ് വാഹനം വരുന്നത്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 12,200 കിലോമീറ്റർ മാത്രമേ ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കണ്ടീഷൻ വാഹനമാണ്.
ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 5,65,000 രൂപയാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് ഇതുപോലുള്ള ഒരുപാട് വാഹനങ്ങൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഇത് 2015 മോഡൽ ഹോണ്ട സിറ്റി എന്ന് പറയുന്ന വാഹനമാണ്. വി ആണ് വേരിയന്റ് വരുന്നത്, മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്, പെട്രോൾ എഞ്ചിനാണ്. 77,900 കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ്, കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല, കണ്ടീഷൻ വാഹനമാണ്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 4,51,800 രൂപയാണ്. ഇത് 2021 മോഡൽ മാരുതി സുസുക്കിയുടെ ബലേനോ എന്ന് പറയുന്ന വാഹനമാണ്. ZT ആണ് വേരിയന്റ്, അതായത് ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെയുള്ള വേരിയന്റ് ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്, പെട്രോൾ എഞ്ചിനാണ്. വെറും 22,200 കിലോമീറ്റർ ഓടിയിട്ടുള്ള ജെനുവിൻ കിലോമീറ്റർ, കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഈ വാഹനത്തിനോട് ചോദിക്കുന്ന പ്രൈസ് 6,54,000 രൂപയാണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ ചെയ്തു തരും കേട്ടോ. ഇത് 2021 മോഡൽ ടാറ്റ കമ്പനിയുടെ നെക്സോൺ എന്ന് പറയുന്ന വാഹനമാണ്. XZ+ ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്, പെട്രോൾ എഞ്ചിനാണ്. 70,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ, കമ്പനി സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. വേറെ മേജർ ആക്സിഡന്റ്, ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ്. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 6,33,000 രൂപയാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഇത് 2019 മോഡലിൽ ഹ്യുണ്ടായുടെ സാൻഡ്രോ മാഗ്നയാണ് വേരിയന്റ്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത്, പെട്രോൾ എഞ്ചിനാണ്. 41,800 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, ജെനുവിൻ കിലോമീറ്റർ ആണ്. വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, കണ്ടീഷൻ വാഹനമാണ്. ചോദിക്കുന്ന പ്രൈസ് 3,75,000 രൂപയാണ്. ഇതിൽ തന്നെ മാക്സിമം നമുക്ക് ലോൺ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു പ്രൊഫൈലുള്ള കസ്റ്റമർ ആയാൽ മാത്രം മതി. ഇത് 2022 മോഡലിൽ ടാറ്റ കമ്പനിയുടെ പഞ്ച് എന്ന് പറയുന്ന വാഹനമാണ്. അഡ്വഞ്ചർ ആണ് വേരിയന്റ് വരുന്നത്, മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനം, പെട്രോൾ എഞ്ചിനാണ്. 72,700 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ, കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ വരുന്നൊരു വാഹനം തന്നെയാണ്. നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വാഹനം കൂടിയാണ്. വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ് ഒന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് 4,90,000 രൂപയാണ്. ഈ പറയുന്ന പ്രൈസ് എന്ന് പറയുന്നത് RC, ട്രാൻസ്ഫർ, ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്തിട്ടുള്ള ഫൈനൽ പ്രൈസ് ആണ് ഈ പറയുന്നത്. ഇത് 2017 മോഡൽ മാരുതി സുസുക്കിയുടെ ബലേനോ ഡെൽറ്റ വേരിയന്റ് ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്, പെട്രോൾ മാനുവലാണ് വരുന്നത്. 62,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ, കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ മേജർ കംപ്ലൈൻറ്റ്, ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 5,58,000 രൂപയാണ്. ഇത് 2015 മോഡലിലെ ഹ്യുണ്ടായുടെ ഇയോൺ ആണ്. മാഗ്ന പ്ലസ് ആണ് വേരിയന്റ്. രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 66,350 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല, റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വാഹനമാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 2,02,500 രൂപയാണ്. ഈ ഒരു വാഹനത്തിൻ്റെ RC, ട്രാൻസ്ഫർ, ഇൻഷുറൻസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്തിട്ടുള്ള ഒരു ഫൈനൽ പ്രൈസ് ആണ് ഈ പറഞ്ഞിട്ടുള്ള പ്രൈസ്. ഒരു മീഡിയം ബഡ്ജറ്റ് വാഹനം നോക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ളൊരു വാഹനമാണ് ഈ റെനോൾട്ടിൻ്റെ കിഡ്. RXT ആണ് വേരിയന്റ്. 2022 മോഡൽ. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്, പെട്രോൾ എഞ്ചിനാണ്. 15,200 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ഓടിയ വാഹനമാണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ചോദിക്കുന്ന പ്രൈസ് 3,81,000 രൂപയാണ്. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം ലോണും കിട്ടും. ഇത് 2019 മോഡൽ റെനോൾട്ട് കമ്പനിയുടെ കിഡ് ക്ലൈംബർ എന്ന് പറയുന്ന വാഹനമാണ്. AMT ഓപ്ഷനിലാണ് വേരിയന്റ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വരുന്നത്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്, പെട്രോൾ എഞ്ചിനാണ്. 37,500 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ, റീപ്ലേസോ, മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 3,75,000 രൂപയാണ്. നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുന്നൊരു വാഹനമാണ്. അതുപോലെ തന്നെ ഒരു മീഡിയം ബഡ്ജറ്റിൽ ഒരു ചെറുവാഹനം ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വാഹനം കൂടിയാണ്. താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക.